ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ 70 വർഷം പഴക്കമുള്ള മേൽക്കൂര പൊളിഞ്ഞ കെട്ടിടം ഏതു സമയത്തും നിലം പൊത്താവുന്ന അവസ്ഥയിൽ. കെട്ടിടം അൺഫിറ്റ് ആണെന്ന് ജില്ലാ പഞ്ചായത്ത് സാക്ഷ്യപ്പെടുത്തി നൽകാത്തതിനാലാണ് കെട്ടിടം പൊളിച്ചു നീക്കാൻ കഴിയാത്തതെന്ന് ആശുപത്രി അധികൃതർ. പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുന്നതും അപകടാവസ്ഥയിലായ ഈ കെട്ടിടത്തിലാണ്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. നൂറുകണക്കിന് രോഗികളും കൂട്ടിരിപ്പുകാരും ദിനംപ്രതി വന്നുപോകുന്ന തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിലാണ് ഈ അപകട കാഴ്ച. 70 വർഷം പഴക്കമുള്ള കെട്ടിടം ഉപയോഗശൂന്യമായിട്ട് 1 വർഷം പിന്നിട്ടു. 8 മാസം മുൻപ് തന്നെ കെട്ടിടം പരിശോധിച്ച് അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ജില്ലാ പഞ്ചായത്തിനോട് ആശുപത്രി സൂപ്രണ്ട് ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും അനങ്ങാപ്പാറ നയത്തിലാണ് ജില്ലാ പഞ്ചായത്ത്. നിലവിൽ കെട്ടിടത്തിലേക്ക് ആരും പ്രവേശിക്കാതിരിക്കാൻ കയർ കെട്ടി തിരിച്ചിരിക്കുകയാണ്. ഈ കെട്ടിടത്തിന് സമീപത്താണ് ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിങ്ങും. ഈ കെട്ടിടം പൊളിച്ചു മാറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഈ കെട്ടിടം അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ് ഒരു എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് നൽകണം. ആ എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ പൊളിച്ചു മാറ്റാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇത് കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റനില കെട്ടിടങ്ങൾ പ്രായോഗികമല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ആളുകളുടെ തലയിൽ ഓട് വീണ് ഇത് പൊളിച്ചു മാറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥാവിശേഷത്തിലാണ് കാര്യങ്ങളിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിർപ്പില്ലാത്തതിനാലാണ് ഒരു ഭാഗം എയ്ഡ് പോസ്റ്റായി ഉപയോഗിക്കാൻ അനുമതി നൽകിയതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതെ എത്രയും വേഗം പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടി ജില്ലാ പഞ്ചായത്തും ആശുപത്രി അധികൃതരും സ്വീകരിക്കണമെന്ന് ആശുപത്രിയിലെത്തുന്നവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.